മല മുകളിലേക്ക് കല്ലുരുട്ടി കയറ്റി അത് താഴേക്ക് ഉരുട്ടി വിട്ട് കൈകൊട്ടിച്ചിരിക്കുന്ന നാരായണ ഭ്രാന്തൻ നല്ലൊരു മെസ്സേജാണ് നമുക്ക് തരുന്നത്. വളരെ വിചിത്രമായ ഭ്രാന്തന്റെ മറ്റൊരു കലാപരിപാടി നമുക്ക് കാണാം. ഈ കുറികളും വരകളും ഒക്കെ കണ്ടോ, ഇതെല്ലാം ഭ്രാന്തൻ കൈവിരൽ കൊണ്ട് മാന്തി പാടുവരുത്തിയതാണെന്നും അതുപോലെ തന്നെ ഭ്രാന്തൻ ഇവിടെ ഒരു ഗുഹ നിർമ്മിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ വിരലുകൾ കൊണ്ട് മാന്തി ഉണ്ടാക്കിയ ഗുഹയാണെന്നുള്ളതാണ് വിശ്വസിക്കപ്പെടുന്നത്. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. നമസ്കാരം, എല്ലാവർക്കും ജിത്തൂസ് ജനയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ ദിവസം വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലെ? നമ്മൾ പാലക്കാട് പട്ടാമ്പിക്കടുത്തുള്ള രായിരനെല്ലൂർ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിന്റെ വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. മലബാറിൽ ടിപ്പുവിന്റെ പടയോട്ട കാലഘട്ടങ്ങളിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ തകർക്കുന്ന കൂട്ടത്തിൽ ഈ രായിരനെല്ലൂർ ക്ഷേത്രവും തകർക്കപ്പെട്ടു. അതിന്റെ ഒരുപാട് കേടുപാടുകൾ ഇപ്പോഴും നമുക്ക് ചെന്നാൽ കാണാം എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ രായിരനെല്ലൂർ ക്ഷേത്രത്തിലെ സന്ദർശനമൊക്കെ കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ ഒരു രായിരനെല്ലൂർ മലയുണ്ട്. രായിരനെല്ലൂർ മലകയറ്റം തുലാമാസം 1-ാം തീയതിയാണ് ഈ രായിരനെല്ലൂർ മലകയറ്റം ഉള്ളത്. നമുക്ക് കലണ്ടറിലൊക്കെ ലേബൽ ചെയ്തിരിക്കുന്നത് കാണാം. ആ മല കയറാനായിട്ട് നമ്മൾ പോകുന്ന ആ ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ നിർത്തുന്നത്. ഈ മലയുടെ മുകളിലാണ് നാരായണ ഭ്രാന്തന് ദേവീ ദർശനം കിട്ടുന്നത്. അപ്പൊ ആ നാരായണ ഭ്രാന്തന് ദേവീ ദർശനം കിട്ടുന്നതും അവിടുത്തെ ഐതിഹ്യങ്ങളും അവിടുത്തെ കഥകളും അവിടുത്തെ വിശ്വാസങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് കയറി കാണണം എന്നുള്ളതാണ്. ഇന്നത്തെ നമ്മുടെ ഈ ഇൻട്രോ ചെയ്യുന്നത് വയനാട്ടിലെ ഇന്ന് സുൽത്താൻ ബത്തേരി എന്നറിയപ്പെടുന്ന ഒരു കാലത്ത് ഗണപതി വട്ടം എന്ന് അറിയപ്പെട്ടിരുന്ന പ്രദേശത്ത് ഈ ജൈന ടെമ്പിളിൽ വെച്ചിട്ടാണ്. ഈ ജൈൻ ടെമ്പിളും ടിപ്പുവിന്റെ പടയോട്ട സമയത്ത് തകർത്ത് തരിപ്പണമാക്കിയ ഒരു പ്രദേശം തന്നെയാണ്. ഇതുണ്ടോ, അതിന്റെ കേടുപാടുകളൊക്കെ ഇപ്പോഴും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുള്ളതാണ്. ഈ ജൈന ടെമ്പിളിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ അതും കൊടുക്കുന്നുണ്ട്, നിങ്ങളൊന്ന് കയറി കാണാം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്കൊരു ഫേസ്ബുക്ക് പേജ് കൂടി ഉണ്ട്, ജിത്തൂസ് ജേണി എന്നുള്ളത്. അതും നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മൾ രായരനെല്ലൂർ മലയിൽ ഭഗവതി ക്ഷേത്രത്തിൽ കയറുകയാണ്. അതിന്റെ ഒരു എൻട്രൻസ് ആണ്. ഈ സ്റ്റെപ്പുകളെല്ലാം കയറി നമുക്ക് ആ മല മുകളിലെത്തണം. അവിടെയാണ് നമ്മൾ പറഞ്ഞ ഭ്രാന്തന് ദർശനം കിട്ടിയ ആ മലയിൽ ഭഗവതി ഉള്ളത്. അപ്പൊ ഇവിടെയും കുറച്ച് നിബന്ധനകൾ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നിബന്ധനകൾ കൊടുത്തിട്ടുണ്ട്, സമയ പരിമിതികളൊക്കെ കൊടുത്തിട്ടുണ്ട്. നാരായണത്വ ഭ്രാന്തനെ എടുത്തു വളർത്തിയത് നാരായണമംഗലത്ത് ആമയൂർ മനയിലെ ആളുകളാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ മനയും ആ മനയുടെ പേരിലുള്ള ട്രസ്റ്റിന്റെ ആസ്ഥാന മന്ദിരമൊക്കെ നമുക്ക് ഇപ്പോഴും ഇവിടെ കാണാൻ കഴിയും. അപ്പൊ ഈ പടികളൊക്കെ കയറി നമ്മൾക്ക് ആ മലയിൽ ക്ഷേത്രത്തിലേക്ക് എത്തണം. ഒരുപാട് പടികളുണ്ട് എന്നുള്ളതാണ്. നല്ല കുത്തനെയുള്ള കയറ്റമാണ്. ഈ മല മുഴുവൻ കയറി കഴിഞ്ഞാലാണ് നമുക്കവിടെ നാരായണത്വ ഭ്രാന്തന് ദേവീ ദർശനം കിട്ടിയ ആ ദേവീ ക്ഷേത്രം നമുക്ക് കാണാൻ കഴിയുക എന്നുള്ളതാണ്. തുലാമാസം 1-ാം തീയതിയാണ് ഈ രായരനെല്ലൂർ മല കയറാനായിട്ട് ഒരുപാട് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഇങ്ങോട്ട് എത്തുന്നത്. അന്നാണ് ഇവിടുത്തെ വിശേഷാൽ മലകയറ്റമുള്ളത്. അപ്പൊ നമ്മൾ കയറി വന്ന വഴി കണ്ടോ, ഇതുണ്ടോ, ഒരുപാട് ഹൈറ്റിലേക്കാണ് നമ്മൾ കയറുന്നത്. ഇത് കയറുമ്പോൾ നമുക്ക് ശ്രാവണവളകളെയും അതുപോലെ ബ്രഹ്മഗിരി ട്രക്കിങ്ങൊക്കെയാണ് ഓർമ്മ വരുന്നത്. നമ്മൾ ഈ മല കയറി പകുതിയായിട്ട് പോലും ഇല്ല. പക്ഷെ ഇതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു ദൃശ്യം കണ്ടോ, നല്ല പച്ച പട്ട് വിരിച്ച് നിൽക്കുന്ന ഒരു ദൃശ്യ അനുഭൂതിയാണ് നമുക്ക് ഇവിടുന്ന് പകർത്താൻ കഴിയുന്നത്. ഇത്രയും നേരം നമ്മൾ ആകാംക്ഷയോട് കൂടി കാത്തിരുന്ന നാരായണ ഭ്രാന്തന് ദേവീ ദർശനം കിട്ടിയ ആ ക്ഷേത്ര മുറ്റത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അമ്പലത്തിന്റെ പരിസരത്ത് ഭക്തജനങ്ങളല്ലാതെ മറ്റാരും പ്രവേശിക്കരുത്. അങ്ങനെ ഭ്രാന്തന് ദേവി ദർശനം നൽകിയ ക്ഷേത്രത്തിന്റെ മുൻപിലാണ് വരുന്നത്. അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് സാധാരണ ക്ഷേത്രത്തിൽ കാണുന്ന രീതിയിലുള്ള പ്രതിഷ്ഠയല്ല. ഇവിടെ ഒരു സങ്കല്പമാണ്, അതൊരു കാൽപാദമാണ്, ദേവിയുടെ കാൽപാദമാണ്. ആ കാൽപാദത്തിൽ പറ്റാത്ത ഉറവ പ്രവാഹം ഉണ്ട് എന്നുള്ളതാണ്. ആ ഉറവ ഇപ്പോഴും നമുക്ക് കാണാം. ആ ഉറവയിൽ നിന്നാണ് ഇവിടുത്തെ പൂജയ്ക്ക് ആവശ്യമായ ജലങ്ങളൊക്കെ എടുക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ഏകദേശം ഒരു ഹിസ്റ്ററി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഫ്ലെക്സ് ചെയ്തിട്ടുണ്ട് ഇവിടെ. നിങ്ങൾക്ക് വായിച്ചാൽ ഏകദേശം രൂപരേഖയൊക്കെ മനസ്സിലാവും, വഴിപാടുകളും കാര്യങ്ങളും എന്താണെന്നൊക്കെ മനസ്സിലാവും. ഞാനത് വായിക്കുന്നില്ല, നിങ്ങളൊന്ന് സൂം ചെയ്ത് കണ്ടാൽ മതി. ഇതാ ഫോൺ നമ്പർ അടക്കമുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. ആരെയും വിസ്മയിപ്പിക്കുന്ന ഒരു ദൃശ്യാനുഭൂതിയാണ് നമുക്ക് ഈ ക്ഷേത്ര പരിസരത്ത് നിന്ന് കിട്ടുന്നത്. മലയുടെ മുകളിൽ നെറുകം തലയിൽ ഒരു ക്ഷേത്രം, അതും ഭ്രാന്തന് ദേവി ദർശനം നൽകിയ സ്ഥലം. അപ്പൊ നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ ചുറ്റും ഒരു വലം വെച്ചു എന്നുള്ളതാണ്. നടപ്പാതയൊക്കെ ഉണ്ട്, വലം വെക്കാനുള്ള നടപ്പാതകളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് വന്നു നോക്കണം. ഇത്രയും മനോഹരമായ ഒരു അനുഭൂതി നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല എന്നുള്ളത്. നമുക്ക് നാരായണത്വ ഭ്രാന്തന്റെ കഥകളിലൂടെ ഒന്ന് കണ്ടുപിടിക്കാം അല്ലെ. AD 3-ാം നൂറ്റാണ്ടിലാണ് ഈ കഥ നടക്കുന്നത് എന്നുള്ളതാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വിക്രമാദിത്യ മഹാരാജാവിന്റെ കൊട്ടാരത്തിലെ പണ്ഡിത ശ്രേഷ്ഠന്മാരിൽ ഒരാളായിരുന്നു വരരുചി എന്ന ബ്രാഹ്മണൻ. ഈ വരരുചി എന്ന ബ്രാഹ്മണനില് പഞ്ചമി എന്ന പറയ സ്ത്രീയിൽ 12 മക്കൾ ജനിക്കുകയാണ്. അതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കഥയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലെങ്തി ആയി പോകും. അതുകൊണ്ട് നാരായണത്വ ഭ്രാന്തന്റെ പോർഷൻ മാത്രമാണ് നമ്മൾ പറയുന്നത്. 3-ാം നൂറ്റാണ്ടിൽ നടക്കുന്ന കഥയാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഇതിൽ തന്നെ ഇപ്പൊ പല കഥകളിലും പല രേഖകളിലും ഈ നാരായണത്വ ഭ്രാന്തൻ 5-ാമത്തെ കുട്ടിയാണെന്നും 9-ാമത്തെ കുട്ടിയാണെന്നും 12-ാമത്തെ കുട്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അഗ്നിഹോത്രി തുടങ്ങി വായില്ലാക്കുന്നിലപ്പം വരെ നീളുന്ന
12 കുട്ടികളുടെ കഥയാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തൊക്കെ തന്നെയായാലും ഈ കുട്ടികളെല്ലാം എടുത്തു വളർത്തുന്ന പല പല ഗോത്രക്കാരാണ്. ആ ഗോത്രത്തിൽ നിന്നാണ് ഈ കുട്ടികൾ ആ ഗോത്രത്തിന്റെ ശൈലിയിൽ പഠിച്ച് വളരുകയാണ് ചെയ്യുന്നത്. ഈ നാരായണത്ത് ഭ്രാന്തനെ എടുത്തു വളർത്തുന്ന നാരായണമംഗലം ഇല്ലാണ്, അതായത് ആമിയൂർ മനയിലെ ആളുകളാണ് നാരായണത്ത് ഭ്രാന്തനെ എടുത്തു വളർത്തുന്നത്. അതിനുശേഷം നാരായണത്ത് ഭ്രാന്തൻ അവിടെ തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരു സ്ഥലത്താണ് ഗുരുകുല വിദ്യാഭ്യാസം നടത്താനായിട്ട് പോയിട്ടുള്ളത്. അപ്പൊ ചെറിയ കാലഘട്ടത്തിൽ തന്നെ നാരായണത്ത് ഭ്രാന്തന് ഒരു ചിത്തഭ്രമം ബാധിച്ചിരുന്നു. പിന്നെ നാരായണത്ത് ഭ്രാന്തൻ മുതിർന്ന സമയത്ത് നാരായണത്ത് ഭ്രാന്തന്റെ ഏറ്റവും വലിയ ഹോബി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഈ കയറിയ രായരനെല്ലൂർ മലയുണ്ടല്ലോ, 500 അടി ഹൈറ്റ് ആണ് ഈ രായരനെല്ലൂർ മലയ്ക്കുള്ളത്. ഈ മലമുകളിലേക്ക് വലിയ പാറ ഉരുട്ടി കയറ്റുകയും അതിന് മുകളിൽ നിന്ന് താഴേക്ക് പാറ ഉരുട്ടി വിട്ട് കൈകൊട്ടി ചിരിക്കുകയൊക്കെയാണ് നാരായണത്ത് ഭ്രാന്തന്റെ ഒരു പ്രധാന ഹോബി. അതുപോലെ നാരായണത്ത് ഭ്രാന്തൻ ജീവിച്ചിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഭിക്ഷാന്തേഹിയായിട്ടാണ്. ഭിക്ഷ എടുക്കും, അവിടുന്ന് കിട്ടുന്ന അരി, അവിടുന്ന് കിട്ടുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് വൈകുന്നേരം എവിടെയാണോ തീ കാണുന്നത്, വെള്ളം കാണുന്നത്, അവിടെ ഈ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന ഒരു രീതിയാണ് നാരായണത്ത് ഭ്രാന്തൻ ഉണ്ടായിരുന്നത്. നമ്മൾ ആ കഥയെ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ നാരായണത്ത് ഭ്രാന്തൻ ഇതുപോലെ വരുന്ന സമയത്ത് ചുടല ഒരു ദഹനം നടക്കുകയാണ്. ആ ദഹിപ്പിച്ച സ്ഥലത്ത് നാരായണത്ത് ഭ്രാന്തൻ ഭക്ഷണം വെക്കുന്ന സമയത്താണ് ചുടല ഭദ്രകാളിയെ കാണുന്നത്. ചുടല ഭദ്രകാളി ഇവിടുന്ന് പോകാൻ പറയുന്നു, നാരായണത്ത് ഭ്രാന്തൻ പോകുന്നില്ല എന്ന് പറയുന്നു. പേടിപ്പിച്ച് നോക്കി, അപ്പോഴും പോകുന്നില്ല. അവസാനം നാരായണത്ത് ഭ്രാന്തനോട് പറയുന്നു, മനുഷ്യരെ കണ്ട എനിക്കൊരു വരം തരണം, വരം തരാതെ പോകാൻ കഴിയില്ല എന്ന് പറയുന്നു. അങ്ങനെ നാരായണത്ത് ഭ്രാന്തനോട് ഒരു വരം ചോദിക്കാൻ പറയാണ്. അപ്പോൾ വളരെ രസികനും വളരെ ബുദ്ധിശാലിയുമായ നാരായണത്ത് ഭ്രാന്തൻ പറയാണ്, എന്റെ ആയുസ്സിന് ഒരു ദിവസം കുറച്ച് തരാൻ പറയാണ്. അപ്പൊ പറ്റില്ല എന്ന് പറയുന്നു. എന്നാൽ ഒരു ദിവസം കൂട്ടി തരാൻ പറയുന്നു. അപ്പോഴും പറ്റില്ല എന്ന് പറയുന്നു. അപ്പൊ ചോദിക്കുന്നു, നിങ്ങളൊക്കെ പിന്നെ എന്ത് ദേവിയാന്നാ പറയുന്നതെന്ന് ചോദിക്കുന്നു. അപ്പൊ ദേവി പറയാണ്, എന്തെങ്കിലും ഒരു വരം ചോദിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് നാരായണത്ത് ഭ്രാന്തൻ ഒരു മന്ത് രോഗിയായിരുന്നു. ഇടത് കാലിലെ മന്ത് വലത് കാലിലേക്ക് ആക്കി തരണം എന്ന് പറയുന്നു. അങ്ങനെ വലത് കാലിലേക്ക് ആക്കി കൊടുത്ത് ദേവി അപ്രത്യക്ഷമായി എന്നുള്ളതാണ് കഥകൾ. അങ്ങനെ ഒരുപാട് കഥകൾ പോകുന്നുണ്ട്. അങ്ങനെ ഒരിക്കൽ നാരായണത്ത് ഭ്രാന്തൻ നമ്മൾ പറയുന്ന ഈ രായരനെല്ലൂർ മലയുടെ മുകളിലേക്ക് ഈ കല്ലുരുട്ടി കയറ്റുന്ന സമയത്ത്, കല്ലുരുട്ടി അതിന്റെ മുകളിൽ കയറുന്ന സമയത്ത് അവിടെ ഈ ദുർഗാദേവി ഊഞ്ഞാലിൽ ആടുന്ന ഒരു കാഴ്ച കണ്ടു എന്നുള്ളതാണ്. അങ്ങനെ നാരായണത്ത് ഭ്രാന്തനെ കാണുന്ന സമയത്ത് തന്നെ ദുർഗാദേവി അവിടുന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമായി എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അങ്ങനെ ആ ദുർഗാദേവി അപ്രത്യക്ഷമായി എന്ന് പറയുന്ന സ്ഥലത്ത് നാരായണത്ത് ഭ്രാന്തന് ദേവീ ദർശനം കിട്ടിയ സ്ഥലത്ത് ഒരു കാൽപാദമുണ്ട്. ആ ക്ഷേത്രമാണ് നമ്മളിപ്പോൾ കണ്ടത്. 6ാമത്തെ കാൽപാദത്തിൽ ഒരു കുഴിയിൽ ഇപ്പോഴും നിലയ്ക്കാത്ത ഉറവാ പ്രവാഹം ഉണ്ടെന്നും ആ ഉറവാ പ്രവാഹത്തിൽ നിന്നുള്ള വെള്ളം എടുത്തിട്ടാണ് ഇന്നും ഇവിടുത്തെ പൂജകൾ നടത്തുന്നത് എന്നുള്ള വിശ്വാസമല്ല, ഇപ്പോഴും കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്, സത്യമായ കാര്യമാണ്. അപ്പൊ ഈ നാരായണത്ത് ഭ്രാന്തൻ തുലാമാസം 1-ാം തീയതിയാണ് ഈ മലയുടെ മുകളിലേക്ക് വരുന്നു, അവിടെ ദേവി ദർശനം കിട്ടുന്നതൊക്കെ. അതുകൊണ്ടാണ് എല്ലാ വർഷവും തുലാമാസം 1-ാം തീയതി ഈ രായരനെല്ലൂർ മലകയറ്റം നടക്കുന്നത്. ഈ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ക്ഷേത്രത്തിന് നമ്മൾ പറഞ്ഞല്ലോ, പ്രധാനമായിട്ടും ഈ ക്ഷേത്രത്തിന് പ്രതിഷ്ഠ ഇല്ല എന്നുള്ളതാണ്. ഒരു കാൽപാദം മാത്രമേ ഉള്ളൂ. ഈ ക്ഷേത്രത്തിന്റെ തൊട്ട് പിന്നിലായിട്ട്, ശ്രീകോവിലിന്റെ തൊട്ട് ബാക്കിലായിട്ട് വലിയൊരു ജാലകമുണ്ട് എന്നുള്ളതാണ്. തുലാമാസം 1-ാം തീയതി സൂര്യന്റെ ഉദയം ഈ ജാലകത്തിലൂടെ നമുക്ക് ദർശിക്കാൻ കഴിയും. ഈ ജാലകത്തിലൂടെ സൂര്യപ്രകാശം അടിച്ച് ഈ പറയുന്ന കാൽപാദത്തിൽ തട്ടി നമ്മൾക്ക് ആ സൂര്യോദയം കാണാൻ കഴിയും എന്നുള്ളതാണ്. അത് തുലാമാസം 1-ാം തീയതി മാത്രമേ കാണാൻ കഴിയുള്ളൂ. തുലാം 2 ആവുമ്പോഴത്തേക്കും സൂര്യനെ നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. ആ കാഴ്ച കാണാൻ, ആ തുലാമാസം 1-ാം തീയതിയുള്ള സൂര്യോദയം കാണാനാണ് കേരളത്തിന്റെ അകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെയുള്ള ഒരുപാട് ഭക്തജനങ്ങൾ ഈ രായരനെല്ലൂർ മല കയറുന്നത് എന്നുള്ളതാണ്. ആ ദേവിയെ കണ്ട സ്ഥലത്ത് നാരായണത്ത് ഭ്രാന്തൻ കാട്ടുപൂക്കളും പഴങ്ങളും ഒക്കെ വെച്ച് നിവേദിച്ചു. ആ ഒരു വിശ്വാസത്തിലാണ് ഇന്ന് നമ്മൾ പറഞ്ഞല്ലോ 1-ാം തീയതി മല കയറുന്നത്. അതിനുശേഷം നാരായണത്ത് ഭ്രാന്തൻ ഇവിടെ അടുത്ത് തന്നെ ഉള്ളു ഭ്രാന്താചലം എന്ന് പറയുന്ന ഒരു മലയുണ്ട്. ആ മലയുടെ മുകളിൽ ദേവിയുടെ ഒരു പ്രതിഷ്ഠ നടത്തി എന്നുള്ള വിശ്വാസമുണ്ട്. അവിടെ ഇരുന്നിട്ട് നാരായണത്ത് ഭ്രാന്തൻ ദേവീനെ തപസ് ചെയ്തതായിട്ടും പറയുന്നുണ്ട്. ആ തറകളൊക്കെ നമുക്ക് ഇപ്പോഴും കാണാം, ആ സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും കാണാം. ഇതിനുശേഷം നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. തുലാമാസം 1-ാം തീയതി ഭക്തജനങ്ങൾ ഇവിടെ ഇങ്ങനെ ക്യൂ ആയിരിക്കും, ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുക. അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ ഒരു ദർശനം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ പടിഞ്ഞാറോട്ടാണ്. അപ്പൊ ഈ പ്രദേശത്ത് ഈ ശ്രീകോവില് നമ്മൾക്ക് ഇതിന് പിന്നിലായിട്ട് ഒരു ജാലകം കാണാം. ഇത് കിഴക്ക് ഭാഗമാണ്. ഈ കിഴക്ക് ഭാഗത്ത് നിന്ന് തുലാമാസം 1-ാം തീയതി നമ്മൾ പറഞ്ഞല്ലോ സൂര്യന്റെ ആ സൂര്യപ്രഭ അരുണ കിരണങ്ങൾ ഉദയ സൂര്യൻ ഈ ജാലകത്തിലൂടെ, ക്ഷേത്രത്തിന്റെ ജാലകത്തിലൂടെ കറക്റ്റ് അടിക്കും എന്നുള്ളതാണ്. ഇതിലെങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ശ്രീകോവിലൂടെ പുറത്ത് ഭക്തജനങ്ങൾക്ക് ദർശനം കൊടുക്കുന്ന ഒരു കാഴ്ച, അതായത് സൂര്യോദയം കാണാൻ കഴിയും തുലാമാസം 1-ാം തീയതി. ഇതിലൂടെയാണ് ദർശനം കൊടുക്കുന്നത്. അന്നേ ദിവസം മാത്രമേ ഇത് കാണാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ ആ മലയിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നാൽ തെക്കോട്ട് ദർശനത്തോടു കൂടി നിൽക്കുന്ന നാരായണത്ത് ഭ്രാന്തന്റെ വലിയൊരു ശില്പം നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. നമ്മൾ കേട്ട് പരിചയമുള്ള ചിത്രങ്ങളിലെയും കഥകളിലേക്ക് പോലെ തന്നെ വലിയ ഉരുളം കല്ല് മുകളിലേക്ക് ഉരുട്ടി കയറ്റി താഴേക്ക് ഉരുട്ടി വിട്ട് കൈകൊട്ടിച്ചിരിക്കുന്ന ഒരു രീതിയിലാണ്, ഒരു ഭാവത്തിലാണ് നാരായണത്ത് ഭ്രാന്തന്റെ ഈ ഒരു ശില്പം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. നല്ല മഴക്കാറാണ്, അതുകൊണ്ടാണ് കുറച്ച് ക്ലാരിറ്റി കുറവ് കേട്ടോ.
ഉണ്ടോ, ഇതാണ് ഉള്ളത് വെച്ച് നിങ്ങൾ ആ പരിമിതി നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ശില്പത്തിൽ നാരായണ ഭ്രാന്തന്റെ കാലിലെ മന്തൊക്കെ നമുക്ക് ഇവിടുന്ന് വ്യക്തമായിട്ട് കാണാൻ കഴിയും. ആ ശില്പി അതൊക്കെ അത്രയും ക്ലിയർ ആയിട്ട് തന്നെയാണ്, മനോഹരമായിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനൊരു ചെറിയ കമ്പിവേലിയൊക്കെ ഇട്ടിട്ടുണ്ട് സുരക്ഷിതത്വത്തിന്റെ ഭാഗമായിട്ട്. ഇതുണ്ടോ, നാരായണ ഭ്രാന്തന്റെ നമ്മുടെ മനസ്സിലുള്ള ഒരു ഭാവന പോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പൂർണ്ണകായ പ്രതിമ ഇവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മല മുകളിലേക്ക് കല്ല് ഉരുട്ടി കയറ്റി അത് താഴേക്ക് ഉരുട്ടി വിട്ട് കൈകൊട്ടിച്ചിരിക്കുന്ന നാരായണ ഭ്രാന്തൻ നല്ലൊരു മെസ്സേജാണ് നമുക്ക് തരുന്നത്. നമ്മളൊരു പൊസിഷനിൽ എത്തണമെങ്കിൽ നല്ലൊരു ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു പൊസിഷനിൽ എത്താൻ കഴിയുള്ളൂ എന്നും ആ പൊസിഷനിൽ നിലനിൽക്കണമെങ്കിൽ വീണ്ടും നല്ല ഹാർഡ് വർക്ക് തന്നെ ചെയ്യണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഈ കല്ല് മലമുകളിൽ നിന്ന് താഴേക്ക് ഉരുളുന്ന ലാഘവത്തിന് നിഷ്പ്രയാസം നമ്മുടെ യശസ്സും പ്രശസ്തിയും എല്ലാം താഴേക്ക് ഒഴുകിപ്പോകും, അല്ലെങ്കിൽ ഉരുണ്ടു വീഴും എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് നൽകുന്നുണ്ട്. 1995 ഈ ഒരു ശില്പം പൂർത്തീകരിച്ചിട്ടുള്ളത്. സുരേന്ദ്രകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ശില്പിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് നമ്പർ കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് വിളിക്കാം. ഒരു ചെറിയ ലേഖനവും അവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ നിങ്ങൾക്ക് സൂം ചെയ്ത് വായിക്കാവുന്നതാണ്. കണ്ടോ, ഇതൊരു ബാക്ക് വ്യൂ ആണ്. ഇവിടെ നോക്കിയാലും മനോഹരമായ ഒരു കാഴ്ചയാണ് അല്ലേ. നമ്മൾ രായരനല്ലൂർ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി രായരനല്ലൂർ ക്ഷേത്രത്തിന്റെ അവിടുന്ന് വളാഞ്ചേരി ഭാഗത്തേക്ക് ഒരു 2 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ കൈപ്പുറം ശ്രീ നാരായണത്ത് ഭ്രാന്താചല ക്ഷേത്രം കാണാം. നമുക്ക് ഭ്രാന്താചല ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലെത്തിയിട്ട് ഈ മലമുകളിലേക്ക് ഈ കുന്ന് കയറി പോകണം. നമ്മൾ പറഞ്ഞല്ലോ ഇന്ന് കാർത്തിക വിളക്കാണ്, അതിന് ദീപം ഒരുക്കുന്ന മനോഹര ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഒരു നിബന്ധനയുണ്ട് കേട്ടോ. ആ ബോർഡാണ് നിങ്ങൾ ആദ്യം വായിക്കേണ്ടത്. രാത്രി 8 മണിക്ക് ശേഷം ഭ്രാന്താചലത്തിന് മുകളിലേക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. ഇത് നിങ്ങൾ പാലിക്കണം. ഇതിലൂടെ നമുക്ക് മുകളിലേക്ക് കയറണം. സന്ധ്യാദീപമൊക്കെ കൊടുക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ മലമുകളിൽ മനോഹരമായ ഒരു കാഴ്ചയാണ് വൈകുന്നേരമായപ്പോൾ തൃക്കാർത്തികയുടെ അന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഭക്തജനങ്ങൾ. ഇനി നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോവാം എന്നുള്ളതാണ്. ഈ പാറക്കെട്ടുകളെല്ലാം കടന്ന് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോവാണ്. ഇവിടെ ഒരുപാട് ഭക്തജനങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ ഇന്ന് കാർത്തിക വിളക്കാണ്, അതിന്റെ വിശേഷാൽ പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടുത്തെ ക്ഷേത്ര ഭാരവാഹികളാണ്. ഇതൊക്കെയാണ് ക്ഷേത്രത്തിന്റെ ഒരു പരിസരവും ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ. എന്ത് രസമല്ലേ! എന്താ രസം നോക്ക്, എന്ത് ഭംഗിയാ നോക്ക്, എന്ത് മനോഹരമായ സ്ഥലം അല്ലേ. അപ്പൊ ഈ കാണുന്നതാണ് വലിയൊരു കാഞ്ഞിരമാണ്. ഇതുണ്ടോ, എത്ര വർഷം പഴക്കമുണ്ട് നോക്കി കാഞ്ഞിരത്തിന്. നമുക്ക് ഈ ഭ്രാന്താചലത്തിന്റെ ചെറിയൊരു ഐതിഹ്യം കൂടെ പറയാം. നമ്മൾ നേരത്തെ കണ്ട രായരനെല്ലൂർ മലയുണ്ടല്ലോ, അതിന് മുകളിൽ ശരിക്കും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയില്ലല്ലോ, അവിടെ ഒരു കാൽപാദത്തിന്റെ സങ്കല്പം മാത്രമാണ് നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഭ്രാന്തൻ ആ ദേവി പ്രതിഷ്ഠ നടത്തിയത് ഈ ഭ്രാന്താചലത്തിന് മുകളിലാണ് എന്നുള്ളതാണ് വിശ്വാസം. ആ ക്ഷേത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാലഘട്ടം, ഗുരുകുല കാലഘട്ടമൊക്കെ നടന്നിരുന്നത് ഇവിടെ അടുത്തുള്ള ഈ മലയുടെ മുകളിൽ നോക്കിയ കാണുന്ന ഒരു പ്രദേശമുണ്ട്, അഴകപ്ര മന എന്ന് പറയുന്ന സ്ഥലത്തൊക്കെയായിരുന്നു. അന്ന് തന്നെ അദ്ദേഹം അനീതിക്കെതിരെ കഠിനമായി പോരാടിയിരുന്നു എന്നുള്ളതാണ്. അത് വാക്കുകൾ കൊണ്ട് ആയിരുന്നില്ല അദ്ദേഹം പോരാടിയിരുന്നത്. അദ്ദേഹം ചില പ്രാക്ടിക്കലായ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മലമുകളിലേക്ക് ഉരുളൻ കല്ല് ഉരുട്ടി കയറ്റുകയും അത് താഴേക്ക് വീഴ്ത്തി കൈകൊട്ടി ചിരിക്കുകയൊക്കെ ചെയ്ത അതിന്റെ ഒരു വർക്കിന്റെ കഠിനാധ്വാനം, അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അദ്ദേഹം കാണിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പൊതുസമൂഹം ഭ്രാന്തനായി മുദ്രകുത്തി എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടങ്ങളൊക്കെ ഈ ഭ്രാന്താചലം എന്ന് പറയുന്ന ഈ പ്രദേശത്തായിരുന്നു തീർത്തിരുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് പറയുന്നില്ല, അതിനൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം ഇവിടെ ഒരു വലിയ ഈ ഭ്രാന്താചലം ക്ഷേത്രത്തിന്റെ മുന്നിലായിട്ട് ഒരു വലിയൊരു കാഞ്ഞിര മരമുണ്ട്. ഈ കാണുന്ന വലിയ കാഞ്ഞിര മരം ഇവിടെ വരുമ്പോൾ തന്നെ അറിയാം, വളരെ ഗംഭീരമായ ആരെ അതിശയപ്പെടുത്തുന്ന രീതിയിൽ ഇങ്ങനെ പന്തലിച്ച് നിൽക്കുന്ന ഈ കാഞ്ഞിര മരത്തില് ഈ ഭ്രാന്തൻ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം സ്വയം ഈ കാഞ്ഞിര മരത്തിൽ ബന്ധിതനായി എന്നുള്ളതാണ്. സ്വന്തം കാലിൽ ചങ്ങലക്കിട്ടു ബന്ധിതനായി എന്നുള്ളൊരു വിശ്വാസം പറയുന്നുണ്ട്. ആ ചങ്ങലയുടെ ഭാഗങ്ങൾ നമ്മൾക്ക് ഇപ്പോഴും ഈ കാഞ്ഞിര മരത്തിന്റെ ഉള്ളിൽ നമ്മൾക്ക് അതിന്റെ കണ്ണികൾ കാണാൻ കഴിയും എന്നുള്ളതാണ്. ഈ കാണുന്നതാണ് ആ കാഞ്ഞിര മരത്തിന്റെ ഉള്ളിലെ ആ കണ്ണികൾ. ഇത് കണ്ടോ, ചങ്ങലയുടെ കണ്ണികൾ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കില്ലേ ആ ഒരു ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഒക്കെ. അതിനുശേഷം അദ്ദേഹം ഇവിടെ നിന്ന് അപ്രത്യക്ഷമായി എന്നുള്ളതാണ് കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ പറയുന്നത്. ആ കണ്ണികൾ, ആ ചങ്ങല കണ്ണികൾ നമുക്ക് കാണാം, ആ കാഞ്ഞിരം എന്നും കാണാം. ഭ്രാന്താചലം എന്ന് പറയുന്ന ഈ സ്ഥലത്തെ ക്ഷേത്ര സമുച്ചയമാണ് നമ്മൾ ഈ കാണുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ദേവീക്ഷേത്രമുണ്ട്. ഈ കാണുന്നത് നമുക്ക് ശ്രീകോവിലിന് നേരെ ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ടാണ്. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ശിവക്ഷേത്രം കാണാം നമുക്ക്. ഇതാണ് ശിവക്ഷേത്രം. അപ്പോൾ ഒരുപാട് ഭക്തജനങ്ങളാണ് ഈ സായാഹ്നത്തിൽ നമ്മുടെ ഈ കാർത്തിക വിളക്ക് മഹോത്സവത്തിലൊക്കെ പങ്കെടുക്കാൻ വരുന്ന ഒരുപാട് അമ്മമാർ. ഇതുണ്ടോ, കൽവിളക്കുകളിൽ എണ്ണ ഒഴിക്കുന്നതും തിരിയിടുന്നതും വിളക്ക് കത്തിക്കുന്നതും ഒക്കെ കാണാം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ ഭ്രാന്തന്റെ ഒരു തറ നമുക്ക് കാണുന്നറിയാം. ഇവിടെ ഇരുന്നിട്ടാണ് ഭ്രാന്തൻ ദേവിയെ തപസ് ചെയ്തു എന്നുള്ളത്. ആ തപസ് ചെയ്ത തറയാണ്. തറയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് കറക്റ്റ് നമ്മൾ നേരത്തെ കണ്ട ആ ദേവി ദർശനം കിട്ടിയ സ്ഥലമുണ്ടല്ലോ, രായരനെല്ലൂർ മലയിൽ ദേവീക്ഷേത്രം, ആ ക്ഷേത്രത്തിലേക്ക് കറക്റ്റ് നോക്കി നിന്നുകൊണ്ട് അല്ലെങ്കിൽ അങ്ങോട്ടുള്ള ദർശനത്തോടു കൂടിയാണ് ഈ ഭ്രാന്തൻ ഇവിടെ തപസ് ചെയ്തത് എന്നുള്ളതാണ് വിശ്വസിക്കപ്പെടുന്നത്. കണ്ടോ,
ഇങ്ങനെയാണ് ഇവിടുത്തെ ഓരോ വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ വരുന്നത്. ഈ ഭ്രാന്താചലം ക്ഷേത്രത്തിന്റെ അരികിലൂടെയുള്ള ഈ കൽപ്പടവ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ നമ്മൾ കണ്ട പാറയില്ലേ, ആ മലയുടെ ഒരു മറുഭാഗം കാണാം. ഇവിടെ വളരെ വിചിത്രമായ ഭ്രാന്തന്റെ മറ്റൊരു കലാപരിപാടി നമുക്ക് കാണാം. ഈ കുറികളും വരകളും ഒക്കെ കണ്ടോ, ഇതെല്ലാം ഭ്രാന്തൻ കൈവിരൽ കൊണ്ട് മാന്തി പാടുവരുത്തിയതാണെന്നും അതുപോലെ തന്നെ ഭ്രാന്തൻ ഇവിടെ ഒരു ഗുഹ നിർമ്മിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ വിരലുകൾ കൊണ്ട് മാന്തി ഉണ്ടാക്കിയ ഗുഹയാണെന്നുള്ളതാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഒരു വലിപ്പം, ഇതിന്റെ ഒരു പ്രൗഢി നോക്ക്. ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയതാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. പ്രകൃതി തത്വമല്ല ഇത്. അതുകൊണ്ടോ ഇവിടെയാണ് ഭ്രാന്തൻ ഇത്തരത്തിലുള്ള കലാപരിപാടികൾ ചെയ്തത് എന്നുള്ളത് നമ്മൾ ചില കഥകളിലൊക്കെ വായിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ആ സ്ഥലത്ത് നമ്മൾ വരുമ്പോൾ അത് നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല സുഹൃത്തുക്കളെ. നിങ്ങൾ ഈ ചരിത്രങ്ങൾ അല്ലെങ്കിൽ ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന ഈ ഭൂമിയിലൊന്ന് വന്ന് കണ്ടു നോക്കണം എന്നുള്ളതാണ്. എന്താ നോക്ക്, ഇത്ര വലുപ്പമാണെന്നറിയോ ഗുഹയ്ക്ക്. 3 അറകളായിട്ടാണ് നമുക്ക് ഈ ഗുഹ ഇങ്ങനെ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. നമ്മുടെ സാധാരണ ഇന്നത്തെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഇല്ലേ, ആ വെയിറ്റിംഗ് ഷെഡിന്റെ ഒക്കെ ഏകദേശം ഒരു വലിപ്പം വരുന്ന രീതിയിലുള്ള ഗുഹകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതുകൊണ്ട് ഇപ്പോഴും ഇതിനകത്ത് വരയും കുറികളൊക്കെ എപ്പോഴും കാണാം. ജീവിതത്തിൽ നിസ്സാരമായി നമ്മൾ തള്ളിക്കളയുന്ന പല കാര്യങ്ങളുടെ മൂല്യം എത്രമാത്രമാണ് എന്നുള്ളത് കഠിന അധ്വാനത്തിലൂടെ ഒരു സന്ദേശമായി നൽകിയത് കൊണ്ടായിരിക്കാം പൊതുസമൂഹം നാരായണ മംഗലത്ത് നാരായണനെ നാറാണത്ത് ഭ്രാന്തനായി ചിത്രീകരിച്ചത്. അങ്ങനെ നമ്മൾ നാറാണത്ത് ഭ്രാന്തന്റെ ഐതിഹ്യങ്ങളും കഥകളും ചരിത്രങ്ങളും എല്ലാം കേട്ട് കണ്ട് മനസ്സിലാക്കി മടങ്ങി പോരുന്ന സമയത്ത് ഇതാ കാർത്തിക വിളക്കിന്റെ ദീപങ്ങൾ കൊളുത്തുന്ന അതിമനോഹരമായ കണ്ണിനും മനസ്സിനുമൊക്കെ കുളിർമണിയിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് എന്നുള്ളതാണ്. ഈ സമയത്ത് ഒരുപാട് അമ്മമാര്, കുമാരിമാര്, അതുപോലെ തന്നെ കുട്ടികൾ എല്ലാവരും അണിഞ്ഞൊരുങ്ങി ഒരേ മനസ്സോടുകൂടി ഒരേ വിശ്വാസത്തോടു കൂടി ഈ ഭ്രാന്താചലത്തിന് മുകളിൽ കാർത്തിക ദീപം കൊളുത്തുന്ന ഒരു കാഴ്ച അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല സുഹൃത്തുക്കൾ. അത് നിങ്ങൾ വന്ന് കാണുക തന്നെ വേണം. ഇത്രയും കഥകളും ചരിത്രങ്ങളും എല്ലാം കേട്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇതിന്റെ ഒരു ക്ലൈമാക്സ് എന്ന നിലയിൽ നമ്മൾക്ക് ആ ദീപക്കാഴ്ച കൂടെ കണ്ട് മടങ്ങുമുണ്ടല്ലോ, ഒരു പ്രത്യേക അനുഭൂതി, ഒരു ദിവ്യമായ അനുഭൂതി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ആ ഒരു അനുഭൂതി തന്നെയാണ് നമ്മൾക്ക് കിട്ടുന്നത്. ഒരുപാട് ഈ പ്രദേശവാസികൾ എല്ലാവരും വന്ന് നമ്മൾ പറഞ്ഞ പോലെ ഉടുത്ത് ഒരുങ്ങി വന്ന് ഈ കാർത്തിക വിളക്കിന്റെ ദീപം കൊളുത്തുന്ന ഒരു കാഴ്ച അത് വരും വർഷങ്ങളിലും നമുക്ക് കാണാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. എങ്ങനെയുണ്ട് ഈ രായർനെല്ലൂർ മലയും മലകയറ്റും നാറാണത്ത് ഭ്രാന്തനും താഴെ രായർനെല്ലൂർ ക്ഷേത്രവും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? നമുക്ക് വീഡിയോയിലൊക്കെ ഇതിനൊരു പരിമിതി ഉണ്ട്, പറയുന്നതിനും കാണിക്കുന്നതിനും. പിന്നെ ഇന്ന് മഴക്കാറാണ്, അതിന്റെ ഒരു ക്ലാരിറ്റി കുറവ്, ഇതെല്ലാം ഉണ്ട്. ഇത് നേരിട്ട് കാണുന്ന അനുഭൂതി, ആ ഒരു പിന്നെ ആംബിയൻസ് ഒന്നും ശരിക്കും നിങ്ങൾക്ക് ക്യാമറയിൽ കിട്ടില്ല. അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ ഒന്ന് വന്ന് നോക്കണം. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കണം ഈ ചരിത്രങ്ങൾ, ഈ കഥകളൊക്കെ നടന്ന സ്ഥലങ്ങൾ, അതുപോലെ ടിപ്പുവിന്റെ പടയോട്ടങ്ങളിൽ തകർന്നു പോയ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ, ഇപ്പോഴും അതിന്റെ സാക്ഷ്യം വഹിക്കുന്ന ക്ഷേത്രമാണ്. നമ്മുടെ വീഡിയോയിലൊക്കെ കാണിച്ചല്ലോ, അതെല്ലാം ചരിത്രത്തിന്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ കാണാനായിട്ട് നിങ്ങൾ വരണം. എന്തായാലും ഈ തുലാമാസം 1-ാം തീയതി വരാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലത്. അതല്ലാത്ത ദിവസങ്ങളിൽ വന്നാലും ഈ ഭംഗിയൊക്കെ നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാം എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.